സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയെ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്ക നിലയിൽ കണ്ടെത്തിയത്. മുള്ളേരിയ ആദൂർ 17-ാം മൈൽ സ്വദേശിനിയായ രേഷ്മ ഏറെ വർഷമായി ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക വീട്ടിലായിരുന്നു താമസം. ആൺസുഹൃത്തിനൊപ്പമായിരുന്നു ചിന്നു ഈ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോയ ആൺസുഹൃത്ത് ചിന്നു ഫോണെടുക്കാത്തതിനെ തുടർന്ന് തിരികെ വന്ന് നോക്കിയപ്പോൾ ജീവനൊടുക്ക നിലയിൽ കാണുകയായിരുന്നു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആൺസുഹൃത്തുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചിന്നുവിന്റെ കുടുംബം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള രേഷ്മയുടെ പ്രൊമോഷൻ വീഡിയോകളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. മുള്ളേരിയ കാസർഗോഡൻ ഭാഷ ഉപയോഗിച്ചാണ് ചിന്നു പാപ്പു എന്ന 25-കാരി സോഷ്യൽ മീഡിയയിൽ ജനശ്രദ്ധ നേടിയത്. 5 വർഷത്തോളമായി കന്നഡ, മലയാളം, തുളു ചേർന്ന സ്വരത്തിൽ സംസാരിച്ച് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ഇറക്കിയിരുന്നു. പ്രധാനമായും നാടൻ ഭക്ഷണമുണ്ടാക്കലായിരുന്നു വീഡിയോകളുടെ ഉള്ളടക്കം. പല സ്ഥാപനങ്ങളുടെയും പരസ്യ വീഡിയോകളും ചിന്നു പാപ്പു ചെയ്തിരുന്നു. സീ മലയാളം ന്യൂസ്, കാസർഗോഡ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.